ദുബായിലെ ഒരു സ്വർണ്ണ വ്യവസായി, അതായത് സ്മഗ്ലിംഗ് എന്നല്ല, സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യവസായി രമേശ് ചെന്നിത്തലയോട് കുറെ കാര്യങ്ങൾ പറയുന്നു. ശബരിമല കൊള്ളയെക്കുറിച്ച് രമേശ് ചെന്നിത്തല സേറ്റിക്ക് മൊഴി കൊടുക്കുന്നു. എന്നിട്ട് ഈ വ്യവസായി തന്നെ നേരിട്ട് വന്ന് മൊഴിയും കൊടുക്കുന്നു. ഈ മൊഴികളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം 500 മുതൽ 1000 കോടി രൂപയുടെ അപകടമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. സ്വർണം പോയി മോഹവിലയ്ക്ക് വിറ്റിരിക്കുകയാണ്. രാജ്യം കടന്നുപോയി കപ്പൽ മാർഗം ദുബായിൽ കൊണ്ടുപോയി വിറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം മുതൽ കേരളത്തിൽ ഒരുപക്ഷെ ഞാൻ മാത്രമായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ധാരാളമായി ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലും എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനുശേഷം പലരും പറഞ്ഞു. ആദ്യമേ ഞാനാണ് പറഞ്ഞത് ഇത് ഇന്റർപോൾ വരാതെ ഈ വിഷയം തീരുന്ന പ്രശ്നമില്ല. നമ്മുടെ ചാനലിലും പറഞ്ഞതാണ്. കാരണം ഇത് അന്താരാഷ്ട്ര തലത്തിൽ കൊണ്ടുപോയി വിറ്റിട്ടുണ്ടെങ്കിൽ, ഇറ്റലിയും ഈജിപ്തും ഒക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആന്റികോഴ്സ് ഒക്കെ വിൽക്കുന്ന ഇറ്റലിയിലേക്ക് വലിയ ഷോപ്പുകളും വലിയ വില കിട്ടുന്ന പുരാവസ്തുവിനൊക്കെ വലിയ വില കിട്ടുന്ന രാജ്യങ്ങളാണ് അതൊക്കെ. അവിടെ നിന്ന് ആളുകൾ മേടിച്ചോണ്ട് പോകും. അവിടെ പോകുന്ന ലോകത്തിലെ പുരാവസ്തു വാങ്ങാനായിട്ട് മോഹവിലയും കൊടുത്ത് അവിടെ പോയി വാങ്ങിച്ചോണ്ട് പോകുന്ന ലോകത്തിലെ ഒരുപാട് രാജ്യത്തിലെ മുതലാളിമാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തേക്ക് ഇതൊക്കെ പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഇത് 4 സ്റ്റേറ്റ് കേരളം, തമിഴ്നാട്, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പിന്നെ കർണാടകം, 4 സ്റ്റേറ്റ്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, കേരളം, 4 സ്റ്റേറ്റുകൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇത് കേരളത്തിന്റെ ഒരു SIT മാത്രം അന്വേഷിച്ചാൽ തീരില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പതാ നോക്കൂ, ഹൈക്കോടതി അത് പറഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി വലിയ ബഹളം ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് KP ശങ്കരദാസിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? ഹരിശങ്കർ IPS അച്ഛനായതുകൊണ്ടാണോ? ഈ ഹരിശങ്കർ IPS ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയ കേസിലും കാര്യങ്ങളിലൊക്കെ വളരെ ആവേശത്തോടുകൂടി നിൽക്കുകയും അത് അവസാനം ഈ ഗവൺമെന്റിന്റെ വലിയ ഗുഡ് ബുക്കിലൊക്കെ കയറി നിൽക്കുന്ന ആളാണ് ഹരിശങ്കർ IPS. കോട്ടയം SP ഒക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണോ അദ്ദേഹത്തിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാത്തത്? അതുപോലെ തിരുവനന്തപുരത്തുള്ള വിജയകുമാറുണ്ട്. വിജയകുമാർ CPM-ന്റെ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ ഒക്കെ വലിയ നേതാവായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് സെക്രട്ടേറിയറ്റിന്റെ അകത്തേക്കുള്ള സ്വാധീനം കൊണ്ടാണോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. അപ്പോഴാണ് ഹൈക്കോടതി ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് 2 പേരെ, ഗോവർദ്ധനെയും ഭണ്ഡാരി എന്ന് പറയുന്ന 2 വ്യവസായികളെ അറസ്റ്റ് ചെയ്തു. അവരും ആദ്യം കള്ളമാണ് പറഞ്ഞത്. ഒരാൾ പറഞ്ഞത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ സ്വർണ്ണമൊന്നും ഉരുക്കുന്ന പരിപാടിയൊന്നുമില്ല, അവിടെ ചെമ്പിന്റെ പരിപാടിയേ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സ്വർണത്തിന്റെ പരിപാടി ഉണ്ടെന്ന് മാത്രമല്ല അവിടെ നിന്ന് ദേവസ്വം ബോർഡിന് കൊടുത്തതും ദേവസ്വം ബോർഡ് അവിടേക്ക് കൊടുത്തതുമായ കത്തുകളും കത്തിടപാടുകളും എല്ലാം പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ വീണ്ടും ഹൈക്കോടതി ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഉന്നതരിലേക്ക് പോകാത്തത്? നിങ്ങൾ ദേവസ്വം ബോർഡിലെ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യാത്തതാണ്. ജയശ്രീയെ അറസ്റ്റ് ചെയ്യാൻ ഒരുപാട് സാധ്യത നടന്നിട്ട് ജയശ്രീയെ നിങ്ങൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ അവിടെ നിൽക്കട്ടെ, ജയശ്രീയെ നിങ്ങൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? അവർക്ക് സുപ്രീം കോടതി വരെ പോകാനുള്ള സമയം അനുവദിച്ച് കൊടുക്കുന്നത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ്? അപ്പൊ ജയശ്രീ അറസ്റ്റ് ചെയ്താൽ വേറെ ചില ആളുകൾ കുരുങ്ങും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഹൈക്കോടതി വളരെ വിശദമായി പറയുന്നു, ഇനിയും ഉന്നതരുണ്ട്. കടകംപള്ളിയിലേക്ക് നീങ്ങിയേ പറ്റൂ, വാസവണിലേക്ക് പോയേ പറ്റൂ, അതുപോലെ തന്നെ നമ്മുടെ പ്രശാന്തിലേക്ക് പോയേ പറ്റൂ. ഇവരുടെയൊക്കെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് വളരെ വലിയ തോതിലുള്ള മുരളീധരനെ പോലുള്ളവർ പറയുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ നേരിട്ട് സ്വർണ്ണക്കേസ് പോകും, അതുപോലെ AK സെന്ററിലേക്ക് പോകുന്നു. പിന്നെ കുറച്ചുപേർ BJPയെ പറയുന്നു. അപ്പോൾ BJPയുടെ ആളുകളെ അന്വേഷിക്കണമെന്ന് പറയുന്നു. കോൺഗ്രസിന്റെ സോണിയാഗാന്ധിയെ ബന്ധപ്പെട്ട ആളുകൾ എന്ത് തന്നെ ആയാലും ആരെങ്ങനെ എവിടെ അന്വേഷിച്ചാലും അതീവ ഗുരുതരമായിട്ടുള്ള കോടാനുകോടി രൂപയുടെ 1000 കോടി എന്നൊക്കെ പറഞ്ഞാൽ എത്ര പൈസയാണ് നമ്മളെ ഒരു ജന്മത്തിൽ സാധാരണ മനുഷ്യർക്ക് കാണാൻ പറ്റുന്നതാണോ? 1000 കോടി മാത്രം. മുതലാളിമാരും 1000 കോടി ഒന്നിച്ചെടുത്ത് വെച്ച് കാണൂലല്ലോ. ബാങ്കിലോ അക്കൗണ്ടിലോ ട്രാൻസാക്ഷനിലൊക്കെ അല്ലേ കാണുകയുള്ളൂ. അപ്പൊ അങ്ങനെ 1000 കോടി രൂപ കണ്ടാൽ തന്നെ നമ്മൾ ബോധം കെട്ട് വീഴും. അത്ര വലിയ പണം കൈമാറിയിരിക്കുന്ന വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഒരു പാട്ടിന്റെ പുറകെ എല്ലാവരും കൂടെ ഇങ്ങനെ നടക്കുന്നത്. കൃത്യമായി ശബരിമലയിലുള്ള കൊള്ള ആരാണ് കണ്ടുപിടിച്ചെന്നറിയാൻ രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ CBI വരേണ്ടതുണ്ട്, AGയുടെ ഓഡിറ്റ് നടക്കേണ്ടതുണ്ട്, ED ഇപ്പൊ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്, ED ഇതിനകത്ത് പണിയെടുക്കേണ്ടതുണ്ട്. ED ഒരു നനഞ്ഞ പടക്കമാണ്. പലപ്പോഴും പല കാര്യങ്ങളും നോക്കി ED അവസാനം തെളിവില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പോണൊരു സ്വഭാവം EDക്കുണ്ട്. ED വളരെ ശക്തമായി ഇത് അന്വേഷിക്കുന്നത് അയ്യപ്പന്റെ കളിയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി അന്വേഷിച്ച് ഭക്തർക്കും വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനും, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു മാത്രമല്ല, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനുണ്ട്, എല്ലാവർക്കും ശബരിമല അയ്യപ്പൻ വേണ്ടപ്പെട്ട ആളാണ്. പാട്ട് എഴുതിയിരിക്കുന്നവർ മുസ്ലിമാണ്. അവർ പാടിയതും അത് കമ്പോസ് ചെയ്തതെല്ലാം മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ഇതിനകത്ത് ജാതിയും മതമൊന്നുമില്ല, ഒരു രാഷ്ട്രീയമില്ല. സകല പേർക്കും അറിയണം ശബരിമലയിലെ കൊള്ള ആരാണ് നടത്തിയത്, ആരൊക്കെയാണ് നടത്തിയത്, മാസ്റ്റർ ബ്രെയിൻ എവിടെയാണ്, കിങ് പിൻ ആരാണ്, അത് ഒരാളാണോ ഒരു വള്ളം ആളുകളാണോ, അത് അറിയേണ്ടതുണ്ട്. 50-ലെ ശബരിമല തീവച്ചപ്പോൾ റിപ്പോർട്ട്, കേശവമേനോൻ റിപ്പോർട്ട് അടക്കം മുക്കിയതുപോലെ ഇത് മുക്കാതിരിക്കാൻ ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ജാഗ്രതയായി.